ഭവ്യ, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പതിനായിരങ്ങൾ വന്നിരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് DMK-യുടെ അറിവോടെ വന്ന ആളാണോ അല്ലയോ എന്നൊന്ന് വ്യക്തമായിട്ട് ഇവരോട് ചോദിച്ചറിയാൻ കഴിയുകയില്ല. കാരണം ഇവിടെ എത്തിയവരിൽ പലരും അൻവറിനോടുള്ള പിന്തുണ കാരണം അൻവർ DMK-യുടെ കൂടെ ചേരുന്നു എന്ന ആവേശത്തിൽ DMK-യുടെ ഷാളും മറ്റും അണിഞ്ഞു വന്നവരുണ്ട്. ഈ നമ്മളിപ്പോൾ DMK-യുടെ ആ ഷാൾ അണിഞ്ഞ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ നിലമ്പൂരുകാരാണ്. അവർ അൻവറിനൊപ്പം അൻവറിന് ഒരു ആഭിമുഖ്യം, അൻവറിനോട് പിന്തുണ നൽകുക എന്ന ഉദ്ദേശം കാരണം വന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് DMK-യുടെ കേരള ഘടകത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. മറിച്ച് ഇതിൽ മറ്റൊരു സാധ്യതയുണ്ട്. PV അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി DMK-യിലെ ഓഫീസിലെത്തി പലരുമായും കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായിട്ടും അവരൊക്കെ DMK-യുടെ ഭാഗമായിട്ടുള്ളവരാണ്. അങ്ങനെ അൻവർ കൂടിക്കാഴ്ച നടത്തിയ DMK-യുടെ ഭാഗമായിട്ടുള്ളവർക്ക് നീലഗിരി മേഖലയിലും അണികൾ ഉണ്ടാകാം. ആ അണികൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ യോഗത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതൊരു പാർട്ടിയിലും നേരത്തെ നമ്മൾ കാണുന്നത് പോലെ ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്നവരും അതല്ലാതെ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും DMK-യിൽ ഇളങ്കോവന്റെ പ്രസ്താവന അറിയാത്ത അണികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇളങ്കോവന്റെ പ്രസ്താവന തള്ളിക്കളയുന്ന അണികളും ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അൻവറിന്റെ കൂടെ നിൽക്കുന്നത് DMK-യുടെ ഏത് ഘടകത്തിലുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അൻവറിനോടുള്ള ആഭിമുഖ്യം കാരണം, അൻവറിന് DMK ഇന്നലെ നൽകിയ ആ ഒരു പിന്തുണ കാരണം DMK-യുടെ ഷാളണിഞ്ഞും DMK-യുടെ പതാക എടുത്തും വന്നതും ഇവിടെ ഉണ്ടാകും. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അൻവർ തന്നെ പറഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. കാരണം ഈ DMK-യുടെ ഇളങ്കോവന്റെ പ്രസ്താവന വന്നതിന് ശേഷം അൻവറിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സദസ്സ് കാത്തിരിക്കുന്നത് അൻവറിന്റെ മറുപടിക്ക് വേണ്ടി കൂടിയാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് പ്രഖ്യാപനത്തിനൊപ്പം ഇനി DMK ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK-യുടെ പിന്തുണ ഇല്ല എങ്കിൽ എന്തായിരിക്കും നടപടി, എന്തായിരിക്കും തുടർ ആലോചന എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് അൻവറിന്റെ ഒരു വിശദീകരണം ഈ ഒരു സദസ്സിൽ ലഭിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തിനാണെങ്കിലും വലിയ ആൾക്കൂട്ടം അൻവറിന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ ഈ ഒരു മഞ്ചേരിയിലെ 10,000-ങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കുറെ കൂടി പ്രവർത്തകർ നിലമ്പൂർ വഴിക്കടവ് മേഖലയിൽ നിന്നൊക്കെ ബസ്സുകളിൽ ഇവിടേക്ക് എത്തുന്നതായിട്ടും വിവരമുണ്ട്. എന്നാണെങ്കിലും അൻവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. നമുക്കറിയാം, നിലമ്പൂരിൽ അൻവർ എത്തിയപ്പോൾ ഉണ്ടായ ഒരു ആരവവും അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണവും ഒരുപക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനത്തിന് അൻവർ എത്തുമ്പോൾ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്വീകരണമാകും മഞ്ചേരിയിൽ ഇവിടെ എത്തിച്ചേർന്ന അൻവറിന്റെ അണികൾ നൽകുക. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ് അൻവറിന്റെ വരവിനായും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായും. ഭവ്യ, തീർച്ചയായും PV അൻവർ വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗം തുടങ്ങാനിരിക്കെ മഞ്ചേരിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. DMK-യുടെ കൊടികെട്ടിയും ഷാളണിഞ്ഞും അൻവറിന് പിന്തുണയുമായി ആയിരക്കണക്കിന് പേരാണ് മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അൻവറിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകുന്ന, നാഴികക്കല്ലാകുന്ന പ്രഖ്യാപനങ്ങൾക്കാണ് ഇനി മഞ്ചേരി സാക്ഷ്യം വഹിക്കാൻ പോവുക. അല്പസമയത്തിനകം എന്തായാലും അൻവർ വേദിയിലേക്ക് എത്തും. വലിയ സ്വീകരണം ഉണ്ടാകും അൻവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും ആ വേദി നിറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10ഓളം പേർക്ക്